ഇന്ന് നമുക്ക് കുറച്ച് കോവയ്ക്ക കറി വെച്ചാലോ. ഇത് ഞാൻ വന്നപ്പോൾ കുഴിച്ചിട്ട കോവലിൻ്റെ തണ്ടാണ് കേട്ടോ. അത് താണ്ടി ഇപ്പോൾ ഇത്രയും വളർന്ന് വലുതായി, അതിൽ കായും പൂവും ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടപ്പോൾ ഇതിനകത്തുനിന്ന് വിളവെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നട്ടതാണല്ലോ, ഞാൻ തന്നെ പറിക്കുകയാണല്ലോ, അതിൻ്റെ ഒരു അഹങ്കാരം എന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ കോവയ്ക്ക കറി വയ്ക്കേണ്ടത് വിറകടുപ്പിലാണ് കേട്ടോ. നമ്മൾ എന്ത് സാധനമാണെങ്കിലും വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ കോവയ്ക്കൊക്കെ ആയിരുന്നു, സവോള അതേ അതിൻ്റെ കൂടെ 2 മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തേങ്ങയുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിറകൊക്കെ കത്തിച്ചു, അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കോവയ്ക്ക ഇട്ടു, എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. കുറച്ച് നേരം അത് മൂടി ഇങ്ങനെ പൊത്തി വെച്ചു. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതീയിൽ നിർത്തി ഇങ്ങനെ വേവിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കും. അയവ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരം കൂടെ നിർത്തി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു വേറൊരു കളറായി വന്നപ്പോഴേക്കും ദാണ്ടേ കോവയ്ക്ക നേരത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ.